ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ ഈ സെയിൽസ് അസിസ്റ്റൻ്റ് അടക്കമുള്ള ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് 2024-25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനോട് കണക്റ്റഡ് ഫാക്ട്സും പഠിക്കുന്നൊരു പങ്ക്തിയാണ് ഇത്. അതിലെ 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുന്നേ 4 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. കേരള PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് LDC 2024 ഒരൊറ്റ ചോദ്യ പേപ്പറിൽ മാത്രം വന്ന ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ്. നിങ്ങൾ ഓർക്കുക, 5 മാർക്കാണ് ചരിത്രത്തിൽ നിന്ന് വരിക. പക്ഷേ ആ ചോദ്യ പേപ്പറിൽ 3 ചോദ്യങ്ങളും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 2 ചോദ്യങ്ങൾ, ആ 2 ചോദ്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് വന്നതാണ്. എന്നാൽ ഒരു ചോദ്യം SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പരിധി കടന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആ 3 ചോദ്യങ്ങളിലൂടെയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളിലൂടെയും അതിൽ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാം. 10ാം ക്ലാസ്സിലെ പുതിയ പാഠം ലോകചരിത്രം, ലോക വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പാഠത്തിൻ്റെ വീഡിയോ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോസ് ടുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ് മാത്രമല്ല, ഈ ക്ലാസ്സിൻ്റെ വിശദമായ നോട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സാം, ഇത് രണ്ടും കിട്ടും. എക്സാം ക്വിസുകൾ ഒക്കെ ഡെയിലി ലഭിക്കുന്നതിന് വേണ്ടി ടെലിഗ്രാം ചാനലിൽ ചേരുക. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്ന് സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങളെക്കുറിച്ചാണ്. ഒന്ന് PSC ചോദിച്ചത് ആരെക്കുറിച്ചാണ്? സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങൾ, അത് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കവർ അപ്പുറത്തേക്ക് വന്നൊരു ചോദ്യം കറുപ്പ് യുദ്ധങ്ങളെക്കുറിച്ചാണ്. ആ കറുപ്പ് യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണിയിൽ നിന്ന് ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്കിൻ്റെ ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ഉദ്ധരണികളൊക്കെ തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉദ്ധരണികൾ കൂടി ഞാൻ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ലോക വിപ്ലവത്തെക്കുറിച്ചറിയാൻ ആ ക്ലാസ് ഒന്ന് കാണുക. ഇത് ഈ ചോദ്യത്തെ മാത്രമായിട്ടുള്ള അനുബന്ധ വസ്തുതകളാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 3 ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയാം എന്ന് നോക്കൂ. ഒന്നാമത്തെ ചോദ്യം സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങൾ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് കവർ ചെയ്തതാണ്. സൺ യാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. ഇത് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളതിൽ സ്വാതന്ത്ര്യം ഒഴിവാക്കണോ എന്ന് നോക്കും. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ദേശീയതയും ജനാധിപത്യവും സോഷ്യലിസവും മാത്രമേ ഉള്ളൂ, സ്വാതന്ത്ര്യം ഇല്ല. ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോയ ഒരാൾക്ക് ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. 1, 2, 3 മാത്രമാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3 വരുന്ന ഓപ്ഷൻ ഇതാണ്. അവിടെ നമ്മൾ ഈസിയായി നമുക്കതിൻ്റെ ആൻസർ കിട്ടി. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അതേതാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അതിപ്പോൾ ഈ 1, 2, 3 മാത്രം. സ്വാതന്ത്ര്യമില്ല. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം വന്നു. അതുകൊണ്ടാണ് SCERT ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിക്കുക. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ, പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കാണ്? ഈ ബുക്ക് നമ്മൾ 10ാം ക്ലാസ്സിലെ പഴയ ബുക്കിലാണ്. 10ാം ക്ലാസ്സിലെ പുതിയ ബുക്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. അത് നമ്മൾ കവർ ചെയ്യാനുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയതാണ്. 10ാം ക്ലാസ്സിലെ പഴയ ബുക്കിലാണ് നമ്മൾ കവർ ചെയ്തത്. അതിൽ നമ്മൾ 4 വിപ്ലവങ്ങളെക്കുറിച്ചും, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 എണ്ണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരം ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തു നിന്ന് വന്ന ചോദ്യം ഏതാണ്? അത് 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എന്നുള്ളതാണ്. കറുപ്പ് യുദ്ധത്തെക്കുറിച്ച് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണെന്നും പറയുന്നുണ്ട്. പക്ഷേ കറുപ്പ് യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിശദമായി അവിടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് PSCക്ക് പഠിക്കേണ്ടത്. ഏതാണ് സോഴ്സ്, ആ സോഴ്സ് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇത് നാങ്കിങ് ഉടമ്പടിയാണ്.
ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചതോടുകൂടി 2 കറുപ്പ് യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധവും രണ്ടാം കറുപ്പ് യുദ്ധവും. അതുമായി ബന്ധപ്പെട്ട് 2017 നടന്നൊരു സംഭവം ഹോങ്കോങ് ചൈനയ്ക്ക് തിരിച്ചു ലഭിക്കുന്നത് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി ഈ ചോദ്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം. ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് സൺയാത്സന്റെ 3 തത്വങ്ങൾ ഏതെല്ലാമാണ്. ആധുനിക ചൈനയുടെ സ്ഥാപകനാണ് സൺയാത്സൻ എന്ന് ആ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ചൈനയിൽ മഞ്ചു രാജവംശത്തിൻ്റെ ആധിപത്യം, ആ രാജവംശത്തിൻ്റെ പിന്നീടുള്ള ജനങ്ങൾ വ്യാപകമായി വരുന്ന അതൃപ്തി, അതിനുശേഷം സൺയാത്സന്റെ കുമിന്താങ് പാർട്ടി അധികാരത്തിലെത്തുന്നു. ആ കുമിന്താങ് പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം സൺയാത്സൻ മരിക്കുന്നു. മരിച്ചപ്പോൾ ചിയാങ് കൈഷക് അധികാരത്തിലെത്തുന്നു. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു. പഴയ മഞ്ചൂരിയൻ രാജവംശത്തിൻ്റെതുപോലെയുള്ള ചില പോക്കുകൾ അദ്ദേഹം പോകുന്നു. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം വഷളാകുന്നു. പിന്നീട് മാവോ തുങ്ങിൻ്റെ ലോങ് മാർച്ച്, അതിനുശേഷം മാവോ തുങ് അധികാരത്തിലെത്തുന്നു. അത് വിശദമായി ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ സൺയാത്സന്റെ 3 തത്വങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിക്കാം. അവിടെ ജനാധിപത്യവും സോഷ്യലിസവും ദേശീയതയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നതുകൊണ്ട് സൺയാത്സന്റെ 3 തത്വങ്ങളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് സൺയാത്സന്റെ 3 തത്വങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സൺയാത്സന്റെ 3 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സൺയാത്സന്റെ 3 തത്വങ്ങൾ എന്ന് പറയുന്നത്, ആ തത്വത്തിന് ഒരു പേരുണ്ട്. ആ തത്വത്തിൻ്റെ പേര് നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിന് ചൈനീസ് ഭാഷയിൽ തന്നെ ഒരു പേരുണ്ട്. ആ പേര് എന്താണ് എന്നുള്ളത് ഒന്ന് മറന്നു പോകണ്ട, ഓർത്തു വെക്കാൻ എളുപ്പമാണ്. സാൻ മിൻ ചൂയി എന്നാണ്. സൺയാത്സൻ എന്ന് ഓർത്താൽ മതി. സൺ മീൻ ചൂയി, സാൻ മീൻ ചൂയി എന്ന് ഓർത്തു വെച്ചാൽ മതി. ഒരു ചൂയിങ്കം, ഒരു മീന്, പിന്നെ ഒരു സൺയാത്സൻ. ഇപ്പൊ സൺയാത്സനും മീനും ചൂയിങ്കവും. സാൻ മീൻ ചൂയി. സാൻ മീൻ ചൂയി എന്ന് പറഞ്ഞാൽ സൺയാത്സൻ അവതരിപ്പിച്ച പരിപാടിയാണ് ചൈനയുടെ മാറ്റത്തിനായി. അതിൽ ദേശീയത എന്ന് പറഞ്ഞാൽ മഞ്ചൂറിയൻ വംശജരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തിയെയും പുറത്താക്കുക എന്നുള്ളതാണ്. മഞ്ചൂറിയൻ രാജവംശത്തെ പുറത്താക്കുക, അതാണ് ദേശീയത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സന്യാസന്റെ മറ്റൊന്നായിരുന്നു സോഷ്യലിസം. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. നിങ്ങൾക്കറിയാം, ഉൽപാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള സമ്പൽ വ്യവസ്ഥകളുണ്ട്. ഒന്ന് സോഷ്യലിസം, ഒന്ന് മുതലാളിത്തം, മറ്റൊന്ന് മിശ്ര സമ്പൽ വ്യവസ്ഥ. ഇന്ത്യ പിന്തുടരുന്നത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. മുതലാളിത്തത്തിൽ സ്വകാര്യ ഉടമസ്ഥതയേ ഉള്ളൂ. അതായത് ഉൽപാദനോപാധികൾ, കയർ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആണെങ്കിലും, കൃഷിക്കാരൻ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ഭൂമിയാണെങ്കിലും, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ ആണെങ്കിലും അതൊക്കെ ഉൽപാദനോപാധിയാണ്. ഈ ഉൽപാദനോപാധികൾ മുതലാളിത്തത്തിൽ സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനത്തിൻ്റെയോ കയ്യിലായിരിക്കും. എന്നാൽ സോഷ്യലിസത്തിൽ അത് പൊതു ഉടമസ്ഥതയിലായിരിക്കും. അപ്പോൾ സോഷ്യലിസം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യലിസം വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനെ തടയുന്ന ഒന്നുകൂടിയാണ്. അതായത് ഇന്ത്യയിൽ 10% ആളുകളുടെ കയ്യിലാണ് ഇന്ത്യയുടെ 90% സമ്പത്തും. അപ്പോൾ അവിടെ വിഭവ വിതരണമല്ല, ബാക്കി 90%ൻ്റെ കയ്യിൽ വളരെ തുച്ഛം കാര്യമേ ഉള്ളൂ. വിഭവങ്ങൾ തുല്യമായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളത് കൂടി സോഷ്യലിസത്തിൻ്റെ പ്രധാനമായ ഒരു അജണ്ടയാണ്. അപ്പോൾ സോഷ്യലിസം, ജനാധിപത്യം, പിന്നെ ദേശീയത, ഇത് 3മാണ് സൺയാത്സന്റെ 3 തത്വങ്ങൾ. അതിൽ സൺ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, സൺ എന്നുള്ളതിന് ഉള്ള വാക്ക് നമ്മൾ വെറുതെ ഓർത്തു വെക്കുക. സൺയാത്സന്റെ തത്വങ്ങളിൽ സൺ എന്നുള്ളതിന് സാൻ മീൻ ചുയി, ഇതാണ് സൺയാത്സന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ആധുനിക ചൈനയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തെ ഓർത്തിരിക്കേണ്ടത് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റാണ്. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷം ചിയാങ് കൈഷക്കാണ് വരുന്നത്. ചിയാങ് കൈഷക്കുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ചൈനയിൽ മറ്റൊരു വിപ്ലവം അരങ്ങേറുന്നത്. പിന്നീട് ആരാണ് വരുന്നത്? മാവോ സത്തുങ്. അതും ഓർത്തിരിക്കണം, ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്.
ഈ രണ്ടാളുടെയും പാർട്ടി കുമിങ്താങ് പാർട്ടി ആയിരുന്നു, സൺയാത്സെന്നിൻ്റെയും ചിയാങ് കൈഷക്കിൻ്റെയും. ദക്ഷിണ ചൈനയിലാണ് സൺയാത്സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുന്നത്. അതും കൂടി ഓർക്കണം, ഇന്നത്തെ ചൈനയിലല്ല, ഇന്നത്തെ ചൈനയുടെ ഭാഗമായ ദക്ഷിണ ചൈനയിലാണ്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ടു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളെന്ന് ചൈനയെ കോളനിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് ഇന്ത്യ പോലെ അവരോട് സമത്വം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കുന്നു. ചൈനയിൽ ആർക്കും എന്ത് ഉടമ്പടിയും നടത്തി അവിടെ എന്ത് കച്ചവടവും അവിടുത്തെ സമ്പത്തും കൊണ്ടുപോകാം എന്നുണ്ടായിരുന്നു, അത് റദ്ദാക്കും. ഇതാണ് സൺയാത്സെന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. സോ സൺയാത്സെന്നുമായി നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് കടന്നു പോകാം. ഏതാണ് അവിടെ? നമുക്കറിയാം, സുൻ, മീൻ, ചുയി. ഈ 3 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സുൻ, മീൻ, ചുയി എന്നുള്ള തത്വങ്ങളാണ് ദേശീയത, മഞ്ചൂരിയൻ രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തിയെയും പുറത്താക്കുക, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ജനാധിപത്യം. ജനാധിപത്യം ആ രാജ്യത്ത് എന്ത് ചെയ്യുക? കൊണ്ടുവരിക, സ്ഥാപിക്കുക. സോഷ്യലിസം എന്ന് പറയുന്നത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക. പ്രധാന ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റാണ്, കുമിങ്താങ് പാർട്ടിയുടെ ആദ്യ നേതാവാണ്. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ചിയാങ് കൈഷക് എത്തുന്നത്. എന്താണ് അദ്ദേഹം ചൈനയ്ക്ക് നൽകിയ സംഭാവന? പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സമത്വം, മറ്റ് രാജ്യങ്ങൾ ചൈനയിൽ നടത്തിയ അന്യായമായ ഉടമ്പടികൾ ഇല്ലാതാക്കി. അടുത്തത് നമ്മുടെ ചോദ്യം കറുപ്പ് യുദ്ധമാണ്. ഇപ്പം കറുപ്പ് യുദ്ധത്തിൽ നമുക്കറിയാം, കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായിരുന്നു? കറുപ്പ് യുദ്ധത്തിന് ശേഷം വെച്ച ഉടമ്പടി എന്താണ്? ഒന്നാം കറുപ്പ് യുദ്ധങ്ങൾ യൂറോപ്യൻ ശക്തികളും ചൈനയും തമ്മിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ്. 1839 മുതൽ 1842 വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്നത്. 2 കറുപ്പ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാം കറുപ്പ് യുദ്ധം 1839 മുതൽ 1842 വരെയാണ്. ചൈനയും ബ്രിട്ടനും തമ്മിൽ യുദ്ധം നടത്തിയത് പ്രധാന കാരണം കാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. കാൻഡൻ കറുപ്പ് പാർട്ടിയാണ് ചൈനയും ബ്രിട്ടനും, അതായത് ബ്രിട്ടൻ എന്ത് ചെയ്തിരുന്നു? അവരുടെ വ്യാപാരങ്ങൾ നഷ്ടമായി. വ്യാപാരം നഷ്ടമായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കറുപ്പ് എന്ത് ചെയ്തു? അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഞാനത് അവിടെ പറയുന്നുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? അവർ ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി എന്ത് ചെയ്തു? തുടങ്ങി. കറുപ്പ് ഇറക്കുമതി തുടങ്ങിയതോടുകൂടി ചൈനയിലെ ജനങ്ങൾ അലസരായിട്ട് മാറി, അവരുടെ വരുമാനം നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന ഒരു യുദ്ധമാണ്, കാൻഡൻ കറുപ്പ് പാർട്ടിയുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് എന്താണ്? ഈ ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള ഒന്നാം കറുപ്പ് യുദ്ധം. അത് അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, നാങ്കിങ് ഉടമ്പടി, കാൻഡൻ കറുപ്പ് പാർട്ടി, ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒന്നാം കറുപ്പ് യുദ്ധം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് കറുപ്പ് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ചൈനീസ് സർക്കാർ ഈ ലഹരി മരുന്ന് വ്യാപാരം നിരോധിച്ചു. കറുപ്പ് കപ്പലുകൾ പിടിച്ചെടുത്തു. ഇതിനെ തുടർന്ന് ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചു. അത് പിന്നീട് നാങ്കിങ് ഉടമ്പടിയെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ആ യുദ്ധത്തിൽ ചൈന പരാജയപ്പെടുന്നു. അങ്ങനെ ചൈനയുടെ കൈവശമുണ്ടായിരുന്ന ഹോങ്കോങ് ദ്വീപ് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. 1997 ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ചു. അങ്ങനെ ഹോങ്കോങ് ചൈനയ്ക്ക് 1997 തിരികെ ലഭിക്കുന്നു. ഓർത്തിരിക്കണം. രണ്ടാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് 1856 മുതൽ 1860 വരെയുള്ള കാലഘട്ടത്തിലാണ്. ബ്രിട്ടനും ഫ്രാൻസും ചേർന്നാണ് ചൈനയ്ക്കെതിരെ യുദ്ധം നടത്തിയത്. ഒന്നാം കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും തമ്മിലാണെങ്കിൽ രണ്ടാം കറുപ്പ് യുദ്ധം ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ പേരായ ആംഗ്ലോയും ഫ്രാൻസിന്റെ പേരായ ഫ്രഞ്ചും ചേർന്ന് ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധവുമുണ്ട്. ഇന്ത്യയിലും മറാത്തയും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധം ആംഗ്ലോ മറാത്ത യുദ്ധമെന്നും ടിപ്പു സുൽത്താനും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്നുമാണ് അറിയപ്പെടുന്നത്. ആംഗ്ലോ എന്നുള്ളത് ഇംഗ്ലീഷുകാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ്. ചൈനീസ് ഭരണകൂടം കറുപ്പ് വ്യാപാരത്തെ തടയാനുള്ള ശ്രമം നടന്നു. യൂറോപ്യൻ ശക്തികൾക്ക് കൂടുതൽ വ്യാപാരാവകാശങ്ങൾ ആവശ്യപ്പെട്ടു. ഈ യുദ്ധത്തിലും ചൈന പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. 2 യുദ്ധത്തിലും ചൈന പരാജയപ്പെട്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം.
ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ 1839 മുതൽ 1842 വരെയാണ്. കാരണം എന്താണ്? കാന്റൺ കറുപ്പ് പാർട്ടിയാണ്. അത് ചൈനയും ബ്രിട്ടനും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധമാണ്. അവിടെ നമുക്കറിയാം അവിടുത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എന്ത് ഉടമ്പടിയാണ്? നാങ്കിങ് ഉടമ്പടിയാണ്. ആ നാങ്കിങ് ഉടമ്പടി കാരണം ചൈനയ്ക്ക് ഹോങ്കോങ് ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയി, ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. പിന്നീട് 1997 അത് ഓർത്തിരിക്കണം, 1997 ഹോങ്കോങ് ചൈനയ്ക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. രണ്ടാം കറുപ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ചേർന്ന് ചൈനയ്ക്കെതിരെ നടത്തിയ യുദ്ധമാണ് ചൈന വേഴ്സസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. കാരണം കൂടുതൽ വ്യാപാര ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുദ്ധമായിരുന്നു. ഇതിലും ചൈന പരാജയപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് കറുപ്പ് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ആ മയക്കുമരുന്ന് വ്യാപാരം അവിടുത്തെ ഭരണകൂടം തടയാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കറുപ്പ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി ഹോങ്കോങ് ആർക്ക് നഷ്ടപ്പെടുന്നുണ്ട്? നാങ്കിങ് ഉടമ്പടിയുടെ ഭാഗമായി ചൈനയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ 1997 ചൈനയ്ക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്? ഹോങ്കോങ് തിരിച്ചു കിട്ടുന്നുണ്ട്. 1842 ഹോങ്കോങ് ചൈനയുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. ഈ 2 കൊല്ലങ്ങൾ കൂടി ഓർത്തിരിക്കുക. മറ്റൊന്ന് നമുക്ക് ചില ഉദ്ധരണികളാണ്. ഈ ഉദ്ധരണികളിൽ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉദ്ധരണികളാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഈ പ്രസ്താവന ജോൺ ലോക്കിൻ്റെതാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ജോൺ ലോക്കിൻ്റെതാണ്. എന്താണതിന് കാരണം? ബ്രിട്ടനിൽ നിന്ന് പോയ യൂറോപ്യന്മാർ തന്നെയാണ് അമേരിക്കയിൽ കുടിയേറി പാർക്കുന്നത്. തദ്ദേശീയരായ ആളുകളെ ആക്രമിച്ച് അവരുടെ സ്ഥലം അവർ കീഴടക്കിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടൻ അവരോടൊരു കാര്യം ചെയ്തു. ബ്രിട്ടൻ അവിടെ കൂടുതൽ നികുതിയും ബ്രിട്ടൻ്റേതായിട്ടുള്ള ചില കമ്പോള നിയമങ്ങളും മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്നുള്ള നിയമങ്ങളും നടത്തി. അത് ആ നാട്ടിലെ ആളുകൾക്ക് ഒട്ടും ഗുണകരമായിരുന്നില്ല. അതിൻ്റെ ഭാഗമായി ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ ആ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക്, എവിടെ നിന്ന് വന്ന കുടിയേറ്റക്കാർക്ക്? ബ്രിട്ടനിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ ഭരണത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതിരിക്കെ ബ്രിട്ടൻ അനാവശ്യമായ നികുതികളും അവരുടെ സൈന്യത്തെയും തീറ്റിപ്പോറ്റി വരികയും ചെയ്തപ്പോൾ ഇനി അവർക്ക് നികുതി കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലെന്നും എല്ലാ മനുഷ്യർക്കും ചില മൗലികാവകാശങ്ങളുണ്ടെന്നും അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നും പറയുകയാണ് ജോൺ ലോക്ക്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകമായ പ്രവൃത്തി. ഇത് തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്നുള്ള അന്നത്തെ ലേഖനത്തിൽ പറയുന്നതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം ഈ കോമൺ സെൻസ് ലേഖയുടെ പ്രചരണമൊക്കെ തന്നെയാണ്. അത് കോമൺ സെൻസ് എഴുതിയ ആളും തോമസ് പെയിനാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ്, ഇംഗ്ലണ്ടിൻ്റെ കോളനിയായി ഇല്ലാതിരിക്കുകയാണ് അമേരിക്കയ്ക്ക് നല്ലത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകമായ പ്രവൃത്തി അത് തോമസ് പെയിനാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷുകാരുമായിട്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഹൃദയം ബ്രിട്ടനിൽ നിന്ന് വേർപെട്ടിരുന്നു. അതുകൊണ്ട് അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. കോമൺ സെൻസിൻ്റെ രചയിതാവിൻ്റെ രചനയില്ലായിരുന്നെങ്കിൽ വാഷിങ്ടൺ വാൾ ഉയർത്തിയത് വിഫലമായേനെ. ഇത് ജോൺ ആഡംസ് ആണ് തോമസ് പെയിനെ പറ്റി. നിങ്ങൾക്കറിയാം വാഷിങ്ടൺ എന്ന് പറയുന്നത് അല്ലേ? അവിടെ നമുക്കറിയാം തോമസ് വാഷിങ്ടൺ, അദ്ദേഹമാണ് പിന്നീട് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ, അദ്ദേഹമാണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുന്നത്. ആ വാഷിങ്ടൺ ആണ് ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്, ഇംഗ്ലണ്ടിനെതിരെയുള്ള യുദ്ധത്തിൽ. പക്ഷേ ആ വാള് നിഷ്ഫലമായി പോയേനെ കോമൺ സെൻസിൻ്റെ അവൻ്റെ രചനയില്ലായിരുന്നുവെങ്കിൽ. ഇതാണ് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത്. അപ്പോൾ ജോൺ ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത അവകാശങ്ങളുടെ പിതാവ്. മനുഷ്യന് സ്വാഭാവികമായി ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ കോമൺ സെൻസിൻ്റെ രചയിതാവാണ്. ആ കോമൺ സെൻസിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലണ്ടിൽ നിന്ന് പിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ഇതിനാലോചിക്കുക. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. ഇതിനെ തുടർന്നുള്ള ഒരു ക്വിസും ലഭിക്കും. അതിനും ഒപ്പം തന്നെ ലോക ചരിത്രം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു പാഠം, അതിൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ഞാനിവിടെ നൽകുന്നുണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുകൂടി ഒന്ന് കാണുക.
ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിലെ വിപ്ലവം കൂടി ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ പ്രധാനമായി ചോദിക്കാവുന്ന അധിക ചോദ്യങ്ങൾ ഈ ചരിത്ര ഭാഗത്തുള്ള ചോദ്യങ്ങളിൽ നിന്ന് കിട്ടും. UN-ഉമായിട്ടുള്ളൊരു ക്ലാസ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്, അത് കാണുക. അതും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.